ഹായ് നമസ്കാരം. ദിസ് ഇസ് രാജേഷ് ബ്ലോഗ് 196. രാജേഷ് ബ്ലോഗ് ഒരു യാത്രയിലാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവ നമ്മൾ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അമ്പലപ്പുഴയാണുള്ളത്. അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ഈ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അമ്പലപ്പുഴയ്ക്ക് നമ്മുടെ ട്രെയിൻ ഇതാണ് ആക്ച്വലി. ഈ റോഡ് ഇൻഡോർ കൊച്ചുവേളിയാണ് നമ്മുടെ ട്രെയിന്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മളുള്ളത് S1 കേട്ടോ. S1 കമ്പാർട്ട്മെൻറ്റിലാണ്. ഓക്കെ, AC കിട്ടിയില്ല. കാരണം അത് വേറെ ഒന്നുമില്ല, റിസർവേഷൻ നമ്മൾ എടുത്ത് കിട്ടിയില്ല. ടൈം കഴിഞ്ഞു. ഞാൻ തൽക്കാലമാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതെങ്കിലും കിട്ടിയതും ഭാഗ്യമെന്ന് പറയാം. അഡീഷണൽ കോച്ചാണ്. ഓക്കെ, ബാക്കി വിശേഷങ്ങളായി അടുത്ത് പിന്നെ കാണാം കേട്ടോ. നമ്മൾ അവിടെ നിന്നും തിരിച്ചിരിക്കുകയാണ് കേട്ടോ. വീണ്ടും അവിടെ നിന്ന് മൂവ് ആയിട്ടുണ്ട്. അതിനടുത്ത് എറണാകുളം ജംഗ്ഷനാണ് കേട്ടോ. ഈ പുഴയും കടന്ന്, ഇത് പറഞ്ഞ പോലെ ഈ റെയിൽവേ സ്റ്റേഷനും കടന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കൊല്ലം കഴിഞ്ഞു, അമ്പലപ്പുഴ കഴിഞ്ഞു, ആലപ്പുഴ കഴിഞ്ഞു, അമ്പലപ്പുഴ കഴിഞ്ഞു, അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് മനോഹരമായ സ്ഥലമാണ്. ഈ മനോഹരമായ അമ്പലപ്പുഴയുടെ സൗന്ദര്യ ഭംഗി ഇവിടെ ആസ്വദിക്കും. ഗവൺമെൻറ്റിൻ്റെ വർക്ക് ഉണ്ടാവും. ബൈപ്പാസിൻ്റെയൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 6 വർഷമായി കാണും കൂടി ഈ മേൽപ്പാലം പണിയാണ്. ഇതുവരെ അതിൻ്റെ പണി ഇതുവരെ തീർന്നില്ല. കോഫി പാലം എത്തിയിട്ടുണ്ട്. ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ട്, നെസ്കോഫി. സ്ട്രോങ് കോഫി. ഓക്കെ, അങ്ങനെ ഒരു കാപ്പി കുടിക്കാം. ഓക്കെ, തുടർക്കഥയാകുന്ന ബൈപ്പാസ് പാലങ്ങൾ, കേരളത്തിൻ്റെ തുടർക്കഥയായി പോയിക്കൊണ്ടിരിക്കുന്ന ബൈപ്പാസ് പാലത്തിൻ്റെ പണികൾ എത്രയോ വർഷങ്ങളായി പണി നടക്കുന്നു. ഇന്നും വർഷങ്ങൾ പണി നടക്കാതെ ഇരിക്കുന്ന ബൈപ്പാസ് പാലം. അടുത്ത സ്റ്റേഷനായ ആലപ്പുഴയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് കേട്ടോ. ആലപ്പുഴ, ആലപ്പുഴ നമ്മുടെ ആലപ്പുഴ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആലപ്പുഴ അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നിന്നും എൻ്റെ മൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ബൈ ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാസ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അടുത്തതൊന്ന് എറണാകുളം.
കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം. റോഡിൻ്റെ പണിയോ തീർന്നില്ല, അതിന് മുമ്പേ ടോളിൻ്റെ പണി തുടങ്ങി. അതാണ് നമ്മുടെ കേരള ഗവൺമെൻറ്. എങ്ങനെയുണ്ട്? അതാണ് കേരള ഭരണം. റോഡ് തീർന്നതിലെന്താ, ടോള് പിരിക്കണം, അതാണ് മുഖ്യം. വൃത്തിയാക്കാതെ ഉണ്ട്. പായൽ കയറി കിടക്കുന്ന ഒരു ചെറിയ തടാകം. പ്രേതങ്ങൾ ഉറങ്ങുന്ന നാട്. ദ ഹൊറർ വില്ല ഇൻ ആലപ്പി. ആണ് ലൈറ്റ് ഹൗസ്. ഓക്കെ, ആലപ്പി ലൈറ്റ് ഹൗസ്. കാണാത്തൊരു കണ്ടോളുക. ഗുഡ് മോർണിംഗ് ആലപ്പി. ആലപ്പിയുടെ മുഖ്യമായ ലൈറ്റ് ഹൗസ്. ബ്രിട്ടീഷുകാരുടെ പണിയുന്നുണ്ട്. കണ്ടില്ലെന്ന് പറയുന്നത്. നമ്മളങ്ങനെ മാരാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആലപ്പുഴ കഴിഞ്ഞിട്ട് മാരാരിക്കുളം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പായ മാരാരിക്കുളം. റെയിൽവേയുടെ പണിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ടൈം ഫിക്സിങ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ സ്റ്റേഷനാണ് ഇവിടെ. ഈ ട്രെയിനിന് സ്റ്റോപ്പില്ല കേട്ടോ, മാരാരിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത്. കാരണം ചെറിയ സ്റ്റേഷനാണ്. പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ആലപ്പുഴയുടെ മണ്ണാണ്, മണലാണ് കേട്ടോ കൂടുതൽ. ഉറപ്പുള്ള മണ്ണ് അല്ല ഇവിടെയൊക്കെ. നമ്മുടെ ആലപ്പുഴ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ മാരാരിക്കുളമായിരുന്നു. അടുത്തത് വന്ന് നമുക്ക് 2:15 എറണാകുളം ജംഗ്ഷനാണ്. റൈറ്റ് ടൈമാണ് ട്രെയിൻ കേട്ടോ. നമ്മളങ്ങനെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. കൊച്ചിയുടെ പ്രകൃതി ഭംഗികൾ എറണാകുളം. കൊച്ചി നഗരത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോളാറാണ് കമ്പനിക്കുള്ളതായിട്ട്. പഴയ കെട്ടിടങ്ങൾ കാണാം. പഴയ കെട്ടിടങ്ങൾ. നമ്മൾ എറണാകുളം സെൻട്രൽ എത്തിയിരിക്കുകയാണ്. എറണാകുളം സെൻട്രൽ. ഗാംഭീര്യമായി തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ. റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾ നമുക്ക് പ്രത്യേകം കാണാം. കാരണം ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഒരുപാടുണ്ട്. ഒരു
വസ്തുവിൻ്റെ വില കൂടുതലായതുകൊണ്ടായിരിക്കാം സ്ഥലങ്ങൾ കുറവാണ്. ഉള്ള സ്ഥലത്ത് ഒരു ബിൽഡിംഗ് കെട്ടിത്തരും. ഒരു വണ്ടി ഇടാൻ ഒരു ടൂ വീലർ വയ്ക്കാൻ പോലും സ്ഥലം കാണില്ല. അത് നോക്കി അറിയാം. ഈ ബിൽഡിംഗ് ഒക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല, സ്ഥലങ്ങളായിരിക്കും വാഹനങ്ങളൊക്കെ ഉള്ളവരെല്ലാവരും എന്താ പറയുക, മുക്കാൽ ഭാഗം റോഡിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എറണാകുളം എത്തിയിരിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ, എറണാകുളം സെൻട്രൽ. ഓക്കെ, എറണാകുളം സെൻട്രലാണ് എത്തിയിരിക്കുന്നത്. നിരവധി ട്രെയിനുകളെല്ലാം ഇവിടെ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളെല്ലാം ഇവിടെ കാണാം. വലിയൊരു സ്റ്റേഷനാണ് എറണാകുളം സെൻട്രൽ. അങ്ങനെ എറണാകുളം നിന്നും വീണ്ടും നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എറണാകുളം വിട്ടിട്ടുണ്ട് നമ്മൾ കേട്ടോ. കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളികളല്ല കൂടുതൽ. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. മലയാളികളെ കാണാൻ കുറവാണ്. എറണാകുളത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികളെ കിട്ടാൻ പാടില്ല. ഇവിടെ ട്രെയിനുകളുടെ എന്താ പറയുന്നത്, ചെറിയ വർക്ക്ഷോപ്പുകൾ ഇതുണ്ട്. ട്രെയിനിൻ്റെ ഒരു പെട്രോളിയം ഒഴിച്ചു കൊണ്ടുപോകുന്ന ട്രെയിനാണ്. ട്രെയിൻ നമ്മുടെ ഡീസൽ, പെട്രോൾ ഉള്ള ഇത് പെട്രോളിലാണ് മുതലായ ഫ്ലൈമബിൾ സാധനങ്ങൾ വഹിച്ചു കൊണ്ടുള്ള ട്രെയിനാണ് ഇവിടുത്തെ. 100-120 സ്റ്റാൻഡേർഡ് കാണും കേട്ടോ. രണ്ട് എഞ്ചിനുകളാണ് അതിനെ വായിച്ചുകൊണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ. ആലുവ മണപ്പുറത്തെ ശിവരാത്രി മഹോത്സവം ഏറ്റവും വലിയ സോളാർ സ്റ്റേഷൻ, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. സോളാർ പവർ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പഴയകാല
പ്രത്യേകമുള്ള സ്ഥലമാണ് കോഴിക്കോട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കോഴിക്കോട് ഫൈനലി കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇടയിൽ നല്ല ഒരു ഉറക്കം ഉറങ്ങി, നല്ല മഴ പെയ്തു. ഹായ്, ദിസ് ഈസ് രാജേഷ് ബ്ലോഗ് 196. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അതായത് നമ്മളിപ്പം രാവിലെ വെളുപ്പിന് ഒരു 6 മണിയോളം ആയിട്ടുണ്ട്. ഗോവയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് രാത്രിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് കോഴിക്കോട് വഴി പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഗോവയിലെത്തിയിട്ടുണ്ട്. ഗോവയുടെ പ്രകൃതി ഭംഗിയായി അതിമനോഹരിയായ ഗോവയാണ് കേട്ടോ. നല്ല രാവിലത്തെ ആ വൈബ് സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ യാത്ര മാത്രമാണ്. അടുത്തത് നമുക്ക് പാർട്ടായിട്ട് നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോവയിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ബാക്കി കുറച്ച് നഗരവിശേഷങ്ങൾ, ചെറിയ ചെറിയ ചരിത്രങ്ങളൊക്കെ, ഒരുപാട് വലിയ വീഡിയോ ഒന്നല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് പാർട്ടായിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് ട്രെയിൻ ലോങ് ആയിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും കാണുക. നമ്മളിപ്പം ഗോവയിലെത്തിയിട്ടുണ്ട്. ഏകദേശം അവിടെ തന്നെ ഗോവയിൽ ഇറങ്ങും. നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് മഡ്ഗോൺ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. അതായത് ഗോവയുടെ ഓൾഡ് ഗോവയിൽ അപ്പുറത്താണ് പോകേണ്ട സ്ഥലം. അവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഹായ് ഗൈസ്, നമ്മൾ ഗോവയിലെത്തിയിട്ടുണ്ട്. ഗോവയിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഗോവ സ്റ്റേഷൻ നമ്മളിവിടെ നിന്ന് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കൊണ്ടുപോകാനുള്ള റെയിൽവേയുടെ ഒരു വണ്ടിയാണ് കേട്ടോ. കാറ്റ് വീഴ്ചയാണ്. പിന്നെ നമ്മളങ്ങനെ ഗോവയുടെ റെയിൽവേ സ്റ്റേഷനിൽ ഗോവയിലേക്ക് ഇവിടെ മണ്ണിലേക്ക് നമ്മൾ കാലിരിക്കുകയാണ്. ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ കയറി റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഗോവയുടെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ദിസ് ഈസ് രാജേഷ് വ്ലോഗ് 196. വീണ്ടും കാണുമായിരിക്കും. സന്തോഷം.